ഇവിടെ ഒരു കോൺഫറൻസ് നടക്കുകയാണ്. അപ്പോൾ ആ സ്പീക്കർ ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഇത് വായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും പല ആൻസറാണ് പറഞ്ഞത്. ഒരാൾ പറഞ്ഞു 13 എന്ന് പറഞ്ഞു, ഒരാൾ M ആണെന്ന് പറഞ്ഞു, ഒരാൾ W ആണെന്ന് പറഞ്ഞു, അതിൽ മിടുക്കനായ ഒരാൾ പറഞ്ഞു മക്ഡൊണാൾഡ്സിൻ്റെ ലോഗോ ആണെന്ന് പറഞ്ഞു. എല്ലാവർക്കും വ്യത്യസ്തമായ ആൻസറുകളായിരുന്നു. ആർക്കും ഒരേപോലത്തെ ആൻസറല്ല, പലർക്കും പല ആൻസറാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ സ്പീക്കർ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഓരോ ലെറ്റർ കൂടെ എഴുതി, Aയും Cയും. ഇങ്ങനെ Aയും Cയും എഴുതിയിട്ട് അവരോട് പറഞ്ഞു ഇപ്പോൾ വായിക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അത് B ആണെന്ന്. പുള്ളി ചോദിച്ചു ഇപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഒരൊറ്റ ഉത്തരം വന്നത്? അപ്പോൾ അവരെല്ലാം റിപ്ലൈ പറഞ്ഞു ഇത് എയുടെയും സിയുടെയും നടുക്കിരിക്കുന്നത് കൊണ്ട് ഇത് B അല്ലാതെ വേറൊരു ചാൻസും ഇല്ലയെന്ന് പറഞ്ഞു. ഇത് ശരിക്കും നമ്മുടെ ലൈഫിലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആരാണെന്നുള്ളത് നമ്മളെ ചുറ്റിയിരിക്കുന്ന ഗ്രൂപ്പിനെ കൂടെ അടിസ്ഥാനപ്പെട്ടിരിക്കും. നമ്മളിരിക്കുന്നത് ഇന്നോവേറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണെങ്കിൽ, അല്ലെങ്കിൽ ഉദാഹരണമായി നമ്മളിപ്പോൾ ബിസിനസ്സുകാരുടെ കൂടെയാണ് നമ്മളെപ്പോഴും ഇരിക്കുന്നെങ്കിൽ തീർച്ചയായും ആ ഒരു മനസ്സ് നമ്മുടെ അകത്തേക്ക് കൂടി വരും. നമ്മൾ അവരെടുക്കുന്ന റിസ്ക്കും റിവാർഡും ഒക്കെ കണ്ട് അത് നമ്മളെയും ഇൻഫ്ലുവൻസ് ചെയ്യും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ കൂടുന്നെങ്കിൽ നമ്മളും നെഗറ്റീവായി പോകും. മോശം വഴിയിലൂടെ പോകുന്നവരുടെ കൂടെയാണ് നമ്മുടെ കമ്പനിയെങ്കിൽ നമ്മളും അങ്ങനെ തന്നെ ആയി പോകും. നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകളും നമ്മൾ ആരുടെ കൂടെ ഇരിക്കുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്.